തമിഴ് സിനിമയിൽ ഒരു വലിയൊരു പ്രശ്നം കോൺട്രവേഴ്സി ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പടത്തിലെ വില്ലൻ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒബ്വിയസ്ലി ചേച്ചി ചെന്നൈയിൽ കല്യാണം കഴിച്ചു പോയതുകൊണ്ട് ഹി എക്സ്പെക്റ്റഡ് യെസ് ഫ്രം മൈ സൈഡ്. ഞാൻ പറഞ്ഞു നോ, എനിക്ക് പറ്റില്ല, എനിക്ക് അനിയുടെ മലയാളി എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം പുള്ളി സൈക്കിക്കായിട്ട് എന്നാ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സൂയിസൈഡ് ചെയ്യാം, നമുക്ക് അവിടെ വെച്ച് ഒന്നാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫിലിമി ഡയലോഗ്സ് ഒക്കെ ആയിരുന്നു. ആൻഡ് ഹി ട്രൈഡ് ഒരു 3 പ്രാവശ്യം. പിന്നെ എങ്ങനെയൊക്കെയോ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ലൈക്ക് ഒരു ഫേവർ ചോദിക്കുക സിനിമയുടെ കാര്യത്തിൽ വരുമ്പോൾ, അങ്ങനെയൊക്കെ ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ദിസ്. ഓക്കെ, അത് ഇഗ്നോർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ എവിടെ പോയാലും, സാധാരണ ഒരു ഓഫീസിൽ പോയി ജോയിൻ ചെയ്താലും നമുക്ക് അവിടെ ഉണ്ടാവുന്ന ട്രബിൾസ് അല്ലെങ്കിൽ പ്രഷേഴ്സ് പലതും പറയുന്നില്ല എന്നേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ടാവും ഇഷ്യൂസ്. അപ്പൊ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകളാണ്. ഓഫീസിൽ ഒരു 10, 20, 50 ആൾക്കാരാണെങ്കിൽ സിനിമയിൽ ഉണ്ടാവുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനൊരു ഭാഗമായിട്ട്. അപ്പം നമുക്ക് എന്തും എവിടെ നിന്നും പ്രതീക്ഷിക്കാം. കാരണം എല്ലാവർക്കും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ആവണമെന്നില്ല, ആറ്റിറ്റ്യൂഡ് ആവണമെന്നില്ല. പലരുടെയും മാനസിക എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഇങ്ങനെയൊക്കെ. എനിവേ വി ഹാവ് ടു ഫേസ് ഓൾ ദാറ്റ്. അല്ലാതെ മീഡിയയിലോട്ടൊരു അവേർഷൻ തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി തമിഴ് സൈഡിലോട്ട് പോവാൻ വേണ്ടി ഒരു അവേർഷൻ തോന്നി? ഒരിക്കലും. ഞാനിപ്പം ഒരു പടം നായികയായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് തമിഴില്. ആ ഒരു പ്രശ്നവും അങ്ങനെ തന്നെ അന്ന് മാഞ്ഞു പോയി. ഹി യൂസ് ടു മെസ്സേജ് മീ ലൈക്ക് കൺഗ്രാറ്റ്സ്. ഇപ്പൊ കൂടെ അവനൊരു കൺഗ്രാറ്റ്സ് ഈ അടുത്ത് എനിക്ക് കിട്ടി. എല്ലാം ഓക്കെയാണ്. ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വർഷം, 5 വർഷം 6 വർഷമായി കണ്ടിട്ടില്ല. പക്ഷെ എനിക്കൊന്ന് മലയാളത്തില് അഭിനയിക്കാൻ തുടങ്ങിയത് കുഞ്ഞുണ്ടായിട്ടും കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട്. മലയാളത്തില് കല്യാണം കഴിയുന്നതിന്റെ മീൻസ് കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ ഡിക്സൺ പൊടുത്താസ് വിളിച്ചിട്ട് സീനിയേഴ്സിലെ ചാക്കോച്ചന്റെ അനിയത്തിയായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. എന്തായാലും കല്യാണം കഴിക്കാൻ പോവാ, അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒന്ന് വന്നത് ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് പോയി ചെയ്ത് കൊടുത്തു. ആൻഡ് കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ ഡിക്സൺ ചേട്ടൻ വിളിച്ചിട്ട് രാത്രി ഒരു ദിവസം കിങ് ആൻഡ് കമ്മീഷണറും വെനസ്ലെ വ്യാപാരി 2 പടം നടക്കുന്നുണ്ട്. അപ്പൊ 2ലും ഇങ്ങനെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, റോൾസ് ഉണ്ട്, ചെയ്യുമോ ചോദിച്ചു. അതും പോയി ചെയ്തു. വെനസ്ലെ വ്യാപാരി ചെയ്യുന്ന സമയത്താണ് ഐ കെയിം ടു നോ ദാറ്റ് ഐ എം പ്രഗ്നന്റ്. പിന്നെ നിർത്തി. പിന്നെ ഫോർ എ വൈൽ ആൻഡ് സ്റ്റാർട്ടഡ് ഫോർ 5 സുന്ദരികൾ. അതിൽ മോളും അഭിനയിച്ചിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഐ ഡിഡ് സോ മെനി. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ മോളായതിനു ശേഷമാണ് അറൌണ്ട് ഐ ഡിഡ് 40 മൂവീസ് ഇൻ മലയാളം ആഫ്റ്റർ അവനി. ഒരു വർഷത്തിൽ 10 മൂവി അങ്ങനെ കൂട്ടുണ്ടാവും. അത് കൂടുതലുണ്ടാവും. ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പോയി ചെയ്യും. എല്ലാ പടങ്ങളുടെയും ഭാഗമാവാൻ ശ്രമിക്കും. ഓക്കെ, ലവ് മാരേജ് അല്ലായിരുന്നോ? വാട്ട്സ് യുവർ സ്റ്റോറി? ഒരു ആക്ട്രസ് ഒക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് ഡ്രാമ ഒക്കെ പ്രതീക്ഷിക്കുന്നു, അടിച്ച് പൊട്ടിത്തെറികളെല്ലാം പ്രതീക്ഷിക്കുന്നു. ലവ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. ബട്ട് ഇറ്റ് വാസ് എ പ്യൂർലി അറേഞ്ച്ഡ് മാരേജ്. സ്റ്റോറി ഒന്നുമില്ല. തമ്മിൽ കണ്ടുമുട്ടിയതോ ഒന്നുമില്ല. 2008 മാർച്ച് 1 ആദ്യമായിട്ട് കണ്ടത്. ഇറ്റ് വാസ് ലൈക്ക് ആഡ് ഷൂട്ടിനായിരുന്നു രതീഷ് അമ്പാട്ട് സാറിന്റെ ജാൻസി ജ്വല്ലറി. അന്ന് രാവിലെ 6:30 വന്ന വണ്ടിയിൽ പുറകിൽ ഞാനിരുന്നു, ഫ്രണ്ടില് പാപ്പിനു DOP ആൻഡ് അനീഷ് ഉപാസന ഇരിക്കുന്നുണ്ടായിരുന്നു. പരിചയപ്പെടുത്തി തന്നു. ബേബി അനിക, ഇപ്പത്തെ 5 സുന്ദരികളിലെ എന്റെ മോളായിട്ട് തന്നെ അഭിനയിച്ച ബേബി അനികയുടെ അച്ഛനാണ് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. പോരെ, ബാക്കി അനീഷ് എങ്ങനെയാണ് ഡസ് ഹി ഇൻവോൾവ് ഇൻ യുവർ സ്ക്രിപ്റ്റ് ചൂസിങ്ങിന്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. അനീഷിന്റെ അടുത്ത് ഫസ്റ്റ് കോൾ എനിക്ക് വരുമ്പോൾ തന്നെ എല്ലാം ഞാൻ വിളിച്ച് പറയാറുണ്ട്. ഇന്ന ആള് വിളിച്ചു, ഇന്ന കാര്യത്തിനാണ്. ലൈക്ക് നോക്കി ചെയ്യൂ, എന്താണെന്നറിയൂ, സെറ്റിൽ പോകുന്നതിന് മുന്നേ അവിടെ ആരൊക്കെയുണ്ടെന്ന് ഇടയ്ക്ക് മാത്രം. കാരണം മിക്ക സമയത്തും അനീഷ് ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്ക് പെട്ടെന്ന് സഡൻ എത്തേണ്ട സ്ഥലത്തേക്കുള്ള കോൾ ആയിരിക്കും അത്. അപ്പം നമുക്ക് പൊതുവേ പിന്നെ അനീഷിന്റെയും എന്റെയും കോമൺ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും വിളിക്കുക. അപ്പം ഞാനൊരു നോ പറയണമെന്ന് വിചാരിച്ചാൽ അനീഷ് ഒരു പക്ഷേ അത് എസ് പറയിപ്പിക്കും, എടി അവനാണ്, നമ്മുടെ ആളാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ ഡിസ്കഷൻ നമുക്ക് അതിലൊരു സീരിയസ്നെസ് കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ഒരു പക്ഷേ എല്ലാവരും വിളിക്കുമ്പോൾ നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒബ്വിയസ്ലി അവർ വിളിക്കുമ്പോൾ നമുക്ക് പോകണം എന്നുള്ളൊരു
കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പക്ഷെ അനീഷിന്റെ സിനിമകൾ വരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഓരോന്നോരോന്ന് കുറച്ച് ഇംപ്രവൈസേഷൻ വരുത്താറുണ്ട്. അതിന് ഞങ്ങൾ മിക്കപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, അതായത് ഡയറക്ടർ ഹസ്ബൻഡ് ആണെങ്കിൽ ഭാര്യ എന്താ ഹസ്ബൻഡിന്റെ മൂവിയിൽ മാത്രം അഭിനയിക്കത്തുള്ളൂ മിക്കപ്പോഴും. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രിങ് വന്നില്ല നിങ്ങൾ തമ്മിലൊരു ഇക്വേഷൻ? ആക്ച്വലി അനീഷിന്റെ ഇപ്പൊ 3rd മൂവി നടക്കുകയാണ്, കിൻഡറും ജോയും. അതിൽ എനിക്ക് വളരെ നല്ലൊരു ക്യാരക്ടറാണ് സൗബിന്റെ പെയറായിട്ടാണ്. ഇതിനു മുമ്പ് സെക്കൻഡ്സിലും തരക്കേടില്ലാത്ത റോളായിരുന്നു, ഹീറോയിൻ അപർണയുടെ ഫ്രണ്ട് ആയിട്ടായിരുന്നു. പക്ഷെ മാറ്റ്നിയിൽ ഒബ്വിയസ്ലി എനിക്ക് ക്യാരക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ അതിന്റെ ഒരു ഭാഗമാവാൻ ശ്രമിച്ചു. ജസ്റ്റ് ഒരു സോങ്ങിൽ ഒരു ബ്രൈഡായിട്ട് പോയിരുന്നു. അനീഷിന്റെ വേർഷൻ എന്ന് പറയുന്നത് ഹീസ് എ ഡയറക്ടർ. അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ ക്യാരക്ടേഴ്സിനും അദ്ദേഹം ഒരു ഫേസ് കണ്ടിട്ടുണ്ടാവും. ആ ഫേസ് എനിക്ക് വരണം എന്നില്ല. അപ്പോൾ അത് ഞാൻ ചിന്തിക്കുമ്പോഴും ഇറ്റ്സ് റൈറ്റ്. കാരണം ഞാൻ ചില സിനിമകൾ തീർച്ചയായിട്ടും ഞാൻ ചില സിനിമകൾ കാണുമ്പോൾ ഇത് ഇവരല്ല വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ ഇതിലും ബെറ്റർ ആവുമായിരുന്നു, അല്ലെങ്കിൽ ഈ ഫേസ് ഇതിന് ആപ്റ്റ് അല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഒബ്വിയസ്ലി ആസ് എ ഡയറക്ടർ അദ്ദേഹത്തിന് അത് എന്തായാലും എന്നേക്കാൾ കൂടുതൽ ഫീൽ ചെയ്യും. He is doing the right thing. Okay. അഞ്ജലിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എപ്പോഴേലും ഒരു സിനിമ എടുക്കണം എന്ന് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ആഗ്രഹം? ഒരിക്കലും ഇല്ല. പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ അഞ്ജലി ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ പറയണം? ഒരിക്കലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അനീഷിന്റെ കൂടെ ചെയ്യാൻ. ആക്ച്വലി എന്താന്ന് വെച്ചാൽ കുടുംബ പ്രശ്നത്തിന്റെ അല്ല, നമുക്ക് നന്നായിട്ട് അറിയുന്ന ആളല്ലേ. അപ്പം എനിക്ക് അനീഷിന്റെ കൂടെ ഇപ്പൊ നമുക്ക് വേറൊരാളാണെങ്കിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് ഉണ്ടാവും. പക്ഷെ അനീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഓടിപ്പോയിട്ട് ചെവിയിലൊക്കെ പറയും നറ്റിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെവിയിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി നിൽക്കുക അവിടെ എന്നൊക്കെ നമുക്കൊരു എന്താ പറയുക ഒരു ഡിസ്കംഫോർട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ കിൻഡറും ജോയും എനിക്ക് ഷൈൻ, സൗബിൻ, ഭഗത്, ശ്രിണ്ട ഒരുപാട് പേരുള്ളത് കൊണ്ട് എല്ലാവരും ഫ്രണ്ട്സ് ആയിരുന്നു. അവരുടെ കൂടെ നിന്ന് ഇടയ്ക്ക് ചെയ്ത് പോകാൻ പെട്ടെന്ന് പറ്റി. വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല.